ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആഫി ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഈസിയും ക്രിസ്പിയുമായിട്ടുള്ള സമൂസ റെസിപ്പിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടാണ് കാണാനേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൊടുത്തതിന് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടിട്ട് കാണുന്ന കുഞ്ഞ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 ചെറിയ സവാള കുഞ്ഞായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വഴറ്റണ്ട, ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, ഒരു സോഫ്റ്റ് ആവുന്ന രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. നമ്മൾ ഉള്ളിയും ക്യാരറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുഞ്ഞായിരുന്ന ചിക്കനാട്ടോ ചേർക്കേണ്ടുള്ളത്. ഇതേക്കാണ് കരിയാനേ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തും ചൂടടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഈ ചിക്കൻ ചൂടാകുമ്പോൾ നമുക്കറിയാമല്ലോ, ചിക്കൻ ചെറിയൊരു വെള്ള കളറിലേക്കാവും. അതാണ്ട് ചിക്കനൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെ കൂടെയൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ എരിവ് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാശ്മീരിയൻ ചില്ലി പൗഡറാണ്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. കെച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ ചിക്കനൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് വേവിക്കാം. നമുക്ക് അടച്ചു വെക്കാവേ. ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ സമൂസയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ അത് ഇവിടെ നിന്ന് ചൂടാറട്ടെ. ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല ചൂടാറണമെന്നില്ല, ചെറുതായിട്ട് മാറിയാൽ മതി. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുത്ത് ഇങ്ങനെ മടക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക. എനിക്കും പെർഫെക്റ്റ് ആയിട്ട് മടക്കാനൊന്നും അറിഞ്ഞൂടാ. ഇതാണ് ഇത് കണക്കാണ് നമുക്ക് വേണ്ടുള്ളത്. ഇനി നമുക്ക് ഇത്തിരി മൈദ മാവും വെള്ളം കൂടെ കലക്കി നമ്മളൊരു പശ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ചില്ലെങ്കിലും പ്രശ്നമില്ലേ. ഇതാണ്ട് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഒരു കോൺ ഷേപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിവിടെ മൈദാമാവിൻ്റെ പശ ഒന്ന് ഇതേ കണക്ക് ഫുൾ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേ കണക്കൊന്ന് മടക്കിയെടുക്കാം. ഈ നമ്മൾ മൈദാമാവിൻ്റെ പശ തേക്കുന്നത് ഇതൊന്നും ഇളകി എണ്ണയിൽ അകത്ത് എണ്ണ ഒന്നും കയറാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തിരിച്ച് വെച്ച് ഇവിടെയും കൂടെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് മടക്കി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഒരു ഭാഗം നമുക്ക് വെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ അത് പശ വെച്ച് തേച്ചും കൊടുക്കാവേ. ഇപ്പോൾ നമ്മൾ ഒരു സമൂസ ഇവിടെ നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണക്ക് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അതേ കണക്ക് നമ്മളിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഹോളൊക്കെ കാണുകയാണെങ്കിൽ പശ ഉണ്ടെന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീന ചട്ടി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാലും കുഴപ്പമില്ല. ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു കുഞ്ഞു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 വെച്ചാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് നമുക്ക് 2 സൈഡിൽ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആക്കി എടുക്കണം, എന്നാലേ നല്ല ക്രിസ്പായിട്ട് കിട്ടത്തുള്ളൂ. 2 സൈഡും നല്ല ഗോൾഡൻ കളറായതിനു ശേഷം നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാണ്ട് 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് നമ്മൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണക്ക് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മൾ ഫസ്റ്റ് ബാച്ച് സമൂസ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത സമൂസ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ 2 സൈഡ് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നാലേ നല്ല ക്രിസ്പി ആവുമേ. നമ്മളിപ്പോൾ ഇത്രയും സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനിയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ സമൂസയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരനെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തുടർന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.